ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ CPM 2 ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് മേബാക്കിൻ്റെ എൻജിൻ പരിപാടികൾ ഫുള്ളും ഞാൻ റിക്കവറി ആക്കാൻ പോവുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ട അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന്. മൈൻക്രാഫ്റ്റ് ആണോ അതോ CPM 2 ആണോ നിങ്ങൾ പറയണം. ഞാൻ വേണമെങ്കിൽ നാളെ എന്താ എന്താ പറയുക മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, അതിലേക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് നമ്മളോട് താമസിച്ചതായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് സിറ്റി 2 കുറച്ച് കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറയുക, ഇപ്പം അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് എൻ്റെ കൂട്ടുകാരുടെ. ഇപ്പം അവിടെ ചെന്നിട്ട് അവരുടെ സംസാരിച്ച് ഡീലാക്കിയിട്ട് വേണം ഇപ്പം തിരിച്ചിറങ്ങി പോവാൻ. റോഡിൽ തന്നെ നമ്മളെ തൊട്ടടുത്ത് ഒരു ഗാരേജ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ അവൻ വണ്ടി എടുത്ത് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവുള്ളൂ. അവൻ്റെ വർഷം കിട്ടിയാലേ പിന്നെ ബസ് കയറി പോകേണ്ടി വരും അങ്ങോട്ട്. പിന്നെ ഗാരേജിൽ എത്തിക്കാതെ പിന്നെ കുറേക്ക് വീട്ടിൽ പോകാം. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ എൻജിൻ പരിപാടി ഇതൊക്കെ റിക്കവർ ആക്കിയിട്ട് വണ്ടി പഴയ മോഡൽ കൊണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ വർഷം അങ്ങനെ ആക്കി എടുക്കണം. എന്നെക്കാട്ടി കൂടുതൽ ആഗ്രഹം എൻ്റെ കൂട്ടുകാർക്കായിരുന്നു. എന്താ വെച്ചാൽ അവർ ഈ വണ്ടി 5000 രൂപയെന്ന് പറയുമ്പോൾ അവർ നോക്കി. അപ്പോൾ അവരെ കണ്ണൊക്കെ കഴിയുമ്പോൾ പറഞ്ഞിട്ട് ഓലിൻ്റെ അടുത്ത് പറഞ്ഞാടാ, നീ ഈ വണ്ടി റിക്കവറി ആക്കി എടുത്ത്, എന്നാൽ ഈ വണ്ടി അടിപൊളിയാവും, ഈ വണ്ടി പോയിരിക്കുകയാണ്. ഈ വണ്ടി ഫുൾ റിക്കവറി ആയി കഴിഞ്ഞാൽ വണ്ടി പൊളിയാവുന്നു. പിന്നെ ഈ എഞ്ചിൻ ഈ വണ്ടിയാക്കി വെക്കുന്ന പുതിയ എഞ്ചിൻ വാങ്ങി വെച്ചു. അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ കൊടുക്കാണ്ട് വന്നിട്ട് ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് കാര്യം പറയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏതായാലും വണ്ടി സെറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഒരു 1-2 ആഴ്ച എടുക്കും. അപ്പം ഞാനിതിപ്പോൾ ഇവിടെ വണ്ടി ഇടാം. ജസ്റ്റ് ഒന്ന് അവനെ വിളിച്ചിട്ട് കാണാട്ടെ ഗൈസ്. ഞാനപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞ് നീ വണ്ടി അവിടെ കണ്ടെയ്നർ കിടക്കണ്ടാവും, അതിൻ്റെ പുറകിട്ടോ. ഏതായാലും ഇതിൻ്റെ പൊല്യൂഷൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണല്ലോ. അവിടെ വണ്ടി ഫ്രണ്ടാക്കി ഇട്ടു, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടോന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫ്രണ്ടിൽ ഇടണമെന്ന് വിചാരിച്ചാൽ ഫ്രണ്ടിലിടാം. ഞാൻ വിചാരിക്കുന്നത് ഇപ്പം അവൻ പറഞ്ഞത് നിന്റെ ഇരിക്കുന്ന എൻജിൻ വിറ്റാനെ കുറച്ച് പൈസ ഇടും, 1 ലക്ഷം എത്ര കിട്ടും. അതുകൊണ്ട് നീ ഈ എൻജിൻ വിറ്റോ. അപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ വല്ല നിന്റെ ഇരിക്കണ ബഡ്ജറ്റിൽ ഇരിക്കണ ക്യാഷ് ഇട്ട് നീ പുതിയ എൻജിൻ വാങ്ങിയിട്ട് വായോ. എന്നിട്ട് എന്താ പറയുക നിന്റെ വണ്ടി നമുക്ക് പണിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ് ഈ വർക്ക്ഷോപ്പിക്ക് വേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ഇത് ചെയ്യാറില്ല പറഞ്ഞേ. ഇവിടെ തൊട്ടടുത്ത ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടുന്ന് ചിലപ്പോൾ അവൻ ഇട്ട് വരാൻ പറ്റും. എൻ്റെ വണ്ടിക്ക് തന്നിട്ട് അതിൻ്റെ അകത്ത് അവരുടെ വണ്ടി എന്താ കണ്ടെയ്നർ കയറ്റിയിട്ടാണ് അവർക്ക് കൊണ്ടില്ല. അതായത് അവർക്ക് വണ്ടി ഓടിച്ച് കൊണ്ട് കൊണ്ടിരുന്നില്ല. അവർക്ക് മടിയാണ്, കൂടുതൽ ദൂരം കണ്ട് ഓടിക്കണില്ല. അതുകൊണ്ട് എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല ഇഷ്ടമായിട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. എനിക്കാണെങ്കിൽ ഈ വണ്ടിയിൽ പണി കിട്ടിയിട്ട് നമുക്ക് നല്ല ഓഫ് റോഡൊക്കെ അടിച്ച് പൊളിക്കാമെന്ന് എൻ്റെ ആഗ്രഹം. നടക്കണം, അടിപൊളിയാവും. വണ്ടിയൊക്കെ റിക്കവറായി കിട്ടും. ഇന്നത്തെ ചിലപ്പോൾ വണ്ടി റിക്കവറായി കിട്ടുന്നാവും പറഞ്ഞ എൻജിനകത്ത് ബിൽഡ് ചെയ്യാൻ എത്ര സമയം എടുക്കും അത്രയും ദിവസങ്ങൾ എടുക്കുമെന്നാവും പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവനിക്ക് വിളിച്ചോട്ടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവനിക്ക് വിളിച്ചോട്ടെ കേട്ടോ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ വിളിച്ച് ചോദിച്ചോട്ടെ. പറഞ്ഞത് ഞാൻ നിന്റെ വണ്ടി ഇങ്ങോട്ട് കയറിയോന്ന് നോക്കാനായിട്ടായിരുന്നു. നിന്റെ വണ്ടി ഇങ്ങോട്ട് കയറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനാദ്യമായിട്ടായിരുന്നു ഞാൻ വിളിച്ചതെന്നാവും പറഞ്ഞത്. അത് ഇപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഈ വണ്ടി നല്ല ചാത്ത വണ്ടികളല്ലേ M4 എല്ലാം ആക്കായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ M4 വർഷത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതാവും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാന്ന് പറഞ്ഞപ്പോൾ നെട്ടി. അതെന്നെ സംഭവിച്ചത്. വണ്ടിയോടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ഉണ്ടാകും. അത്
ഇനി ഗൈസ് നമ്മളെ എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. വണ്ടീൻ്റെ സൂപ്പറാക്കി എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്ത് വണ്ടീൻ്റെ ഔട്ടർ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി കിറ്റും പെയിൻ്റൊക്കെ നല്ല ലുക്കിലടിച്ച് വണ്ടി വേറെ ബ്രാൻഡ്സിൻ്റെ ലോക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത്. അപ്പോൾ അതൊക്കെ നിന്ന് കിട്ടും. അപ്പം അവൻ പറഞ്ഞ് നാളെ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസിനിപ്പോൾ നാളെ കാണാം കേട്ടോ. റിയൽ ലൈഫിലത്തെ നാളെ ഗെയിമിലത്തെ നാളെ കാണാന്നാവും പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ബസ് കിട്ടാൻ നോക്കട്ടെ. എന്നിട്ട് ഞാൻ പുതിയ എഞ്ചിൻ വാങ്ങി വരെ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഞാൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് പറഞ്ഞിട്ടായിരുന്നു അവര് ഇവിടെ വണ്ടി പടിഞ്ഞ് തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എടുത്തോളി. ഇത് ഫുള്ളി ഓഫ് റോഡ് സ്പെക്കായിരുന്നു. മറ്റേ ഇതൊക്കെ മാറ്റി റൂഫ് ബോക്സ് അടിഞ്ഞ് പിന്നെ മറ്റുള്ള സെറ്റിന്റെ പ്രിന്റ് വെച്ചത് വണ്ടി ഗ്രില്ലാക്കാൻ ലൈറ്റ് മാറ്റിട്ട് നോക്കാം. വണ്ടി പൊളി. നേരത്തെ അത്ര സ്പീഡ് ഉണ്ടാവില്ല എന്ന് അയാൾ പറഞ്ഞു. അത് ഈ സ്പീഡ് അങ്ങനെ വണ്ടി നമ്മളെ ഷോപ്പൊക്കെ അല്ലാതെ സ്പീഡിൽ നമ്മൾ ഓഫ്റോഡിൽ ചോദിക്കാറ്. ചില ആൾക്കാർ ഓഫ്റോഡിന്റെ സ്പീഡിൽ നോക്കി ഞാനങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ വേണ്ടിപ്പോൾ ഓക്കെയാണ്. ഒരു മീഡിയ ലെവൽ സ്പീഡൊക്കെ ഉള്ളു. ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നോക്കുന്നില്ല. അപ്പോൾ ഈ അഭ്യാസം ലൈഫ് സംഭവം മദ്രാസ് വേറെ അതായത് വണ്ടിക്ക് അപ്ഗ്രേഡ് ഉണ്ട്. നേരത്തെ അങ്ങനെ സ്പീഡാക്കണതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ അങ്ങനത്തെ സ്പീഡാക്കുകയാണെങ്കിൽ ആൾക്കാരെല്ലാം കഷ്ടം പോരാ വണ്ടി. അപ്പോൾ അങ്ങനെ എഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേട് വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാത്തത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോ നാളെ കാണാം. എല്ലാവർക്കും ബൈ.